പൗരാണിക കാലം മുതൽ കോട്ടയത്ത് പ്രചാരത്തിലിരുന്ന കളിയാണ് പകിടകളി. ഓണമെത്തിയതോടെ കോട്ടയത്തിന്റെ നാട്ടിൻപുറങ്ങളിൽ പകിടകളിക്ക് കളമൊരുങ്ങിയിരിക്കുകയാണ്. ഓണക്കാലത്തെ പകിടകളി കോട്ടയത്തുകാർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ഓണമെത്തിയാൽ കോട്ടയത്തിന്റെ നാട്ടിൻപുറങ്ങളിലെങ്ങും ഇതേ ആരവമാണ്. പകിട 12 നീട്ടി വിളിച്ചുകൊണ്ട് കളിക്കാർ പകിടകൾ ഉരുട്ടി കളത്തിലേക്കിറങ്ങും. പകിടകൾ മറിഞ്ഞ് നിശ്ചലമാകുമ്പോൾ കാണുന്ന അക്കങ്ങളാണ് കാണികളിലും കളിക്കാരിലും ഒരേപോലെ ആവേശം സൃഷ്ടിക്കുന്നത്. പുരയിടങ്ങളിലും വഴിയരികളിലും പടുത വലിച്ചുകെട്ടി നിർമ്മിക്കുന്ന ഷെഡുകൾ കോട്ടയത്തിന്റെ ഓരോ ദിക്കുകളിലും ഇനി സ്ഥിരം കാഴ്ചയാണ്. പൗരാണിക കാലം മുതൽ പ്രചാരത്തിലുണ്ടായിരുന്ന പകിടകളിക്ക് പുതിയ കാലത്തും മാറ്റമൊട്ട് കുറയുന്നില്ല. പൂർവികന്മാർ തൊട്ട് തുടങ്ങിയ കളിയായതുകൊണ്ടും ഇത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂട്ടത്തോടെ കളിക്കുന്നു. ഇപ്പം ഇത് ഞങ്ങൾ പറഞ്ഞ 10-30 വർഷം മുൻപ് ഞങ്ങളുടെ അന്നത്തെ ഉണ്ടായിരുന്ന, പക്ഷേ ഇത് അന്യം നിന്നുപോയി. ഇത് കാരണം മത്സരിക്കാനൊന്നും ഇല്ല, ഈ പരിപാടി ഇല്ലാതെ വന്നു. അങ്ങനെ ഞങ്ങളുടെ വേണുജി എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ആ പുള്ളിയുടെ നിർബന്ധം കൊണ്ട് വീണ്ടും തുടങ്ങിയതാണിത്. പ്രായഭേദമന്യേ കോട്ടയത്തെ ഓരോ തലമുറയും ഓണക്കാലത്ത് പകിടകൾ ഉരുട്ടി തുടങ്ങും. പിച്ചള, ഓട്, ചെമ്പ്, മരം തുടങ്ങി പകിട നിർമ്മിക്കുന്ന വസ്തുക്കൾ ദേശങ്ങൾക്കപ്പുറം വ്യത്യാസപ്പെടുമെന്ന് മാത്രം. ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം ആവേശം കൂടിയായി മാറുകയാണ് നട്ടാശ്ശേരിയിലെ ഈ പകിടകളി. ക്യാമറമാൻ എൻ അരവിന്ദനൊപ്പം അമൽകൃഷ്ണൻ, റിപ്പോർട്ടർ, കോട്ടയം.